ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടപ്പൊടി വെച്ചിട്ട് നമ്മൾ സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ട് ഒരു ഹെൽത്തി ഹൽവയാണ്. അതും വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിപ്പോൾ നമ്മൾ മാവ് സാധാരണ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ച് പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളതിൻ്റെ പാല് ഗോതമ്പത്തിൻ്റെ പാൽ മാത്രം എടുക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൽ ഇടാൻ വേണ്ടി കുറച്ച് തേങ്ങയില്ലേ, അത് കുറച്ച് നുറുക്കിയിട്ട് വയ്ക്കുക. പിന്നെ ശർക്കരയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശർക്കര ആദ്യം ഒന്ന് പാനിയാക്കുക. കാരണം എന്താ വെച്ചാൽ അതിൽ വല്ല കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്, കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ശർക്കര പാനി വയ്ക്കാം. അപ്പോൾ ശർക്കര പാനിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര നമ്മൾ ആവശ്യത്തിനാണ്, നമ്മൾ എത്ര എടുക്കുന്ന അതിൻ്റെ അളവിന് നമ്മൾ തന്നെ കുറച്ച് ശർക്കര വെച്ച് നമ്മളതൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കുക. അപ്പോഴേക്കും നമുക്ക് ശർക്കര പാനി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ ഹൽവയ്ക്ക് വേണ്ട പാല്, അതിൻ്റെ ഗോതമ്പത്തിൻ്റെ പാല് നമുക്ക് എടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് പോവും, പിന്നെ പാലായി കുറച്ച് കിട്ടും. അത് നമ്മളൊന്ന് അരിച്ചെടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ ശർക്കര ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ശർക്കര ആറുന്ന നേരം കൊണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് വയ്ക്കാം. നമ്മളിപ്പോൾ പാല് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിക്കുകയാണ്. നന്നായിട്ട് അധികം കണ്ണില്ലാത്ത അത്രയും നൈസായിട്ടുള്ള അരിപ്പയിൽ തന്നെ അരിക്കണം. എന്നാൽ നമുക്കതിൻ്റെ വേസ്റ്റ് കുറച്ച് കിട്ടും. പാൽ മാത്രമേ ഇതാവുള്ളൂ. ഇനി ശർക്കരപ്പാനി ആറിയത് നമുക്ക് നമ്മൾ ഗോതമ്പത്തിൻ്റെ മിക്സ് പാലിലേക്ക് ഒഴിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇളക്കാം. അപ്പോൾ ഇതിലധികം തരി അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന ശർക്കര ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിൽ വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് അടുപ്പിലേക്ക് വെച്ച് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കിയിട്ട് നന്നായി കുറുകി വന്ന് അതിലേക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കുറച്ച് നെയ്യാണ്. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നത്. ബാക്കി നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. രണ്ടും മിക്സ് നെയ്യും വെളിച്ചെണ്ണയും ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ എത്രയാണോ എടുക്കുന്നത് ശർക്കര, അതിൻ്റെ ശർക്കരയും അതുപോലെ തന്നെ മാവും അതിൻ്റെ അളവിൽ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. സ്വല്പമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓരോ ടീസ്പൂൺ വെച്ചിട്ട് കുറച്ച് ചെയ്താൽ മതി, ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ തോനെ ചേർക്കൊന്നും വേണ്ട. എന്നിട്ട് അത് നന്നായി കുറുക്കിയെടുക്കണം. കുറച്ച് സമയം പിടിക്കും നമ്മളത് കുറുക്കി എടുത്ത് പാകമായിട്ട് വരാൻ. അപ്പോഴും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കൊരു ചെറിയൊരു മസാല നമുക്ക് റെഡിയാക്കാം. കറുകപ്പട്ട, കരിയേമ്പൂ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എൻ്റെ മസാലക്കൂട്ട് തന്നെയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ജീരകം, സാദാ ജീരകം തന്നെ, നല്ല ജീരകം. ഇത് മൂന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് പൊടിയാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ പൊടിയാക്കി എടുത്തിട്ടുണ്ട്. വല്ലാതെ നൈസായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറുക്കിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇല്ല, അത്രയും കുറച്ച് അത്ര തന്നെ ചേർക്കണ്ടുള്ളൂ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനി അതിൽ കിടന്ന് നമുക്ക് ഇളക്കാം. അതിൽ കുറച്ചും കൂടി നെയ്യ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഒന്നും കൂടി വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിരിക്കണം. അതിന് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരുന്ന തരത്തിൽ ഒന്നിങ്ങനെ ഇതാക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ അത്രയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ തുള്ളിയും കൂടി എണ്ണ ഒഴിച്ച് ആ എണ്ണയൊന്ന് തെളിയാൻ തുടങ്ങുന്നുള്ളൂ. തോനെ നമ്മൾ ചേർക്കുന്നില്ല, എണ്ണ ഇത്ര തന്നെ ചേർക്കുന്നുള്ളൂ. ഇതിനി അതിലേക്ക് നമ്മൾ കൊത്തി വെച്ചിരുന്ന നമ്മളെ തേങ്ങാക്കൊത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടിയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇടയ്ക്കൊന്നൊരു തേങ്ങാക്കൊത്ത് കടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. എല്ലാവരും ചെയ്യുന്നു, ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്തു. ഇനി നമ്മളതൊന്ന് വേറെ പാത്രത്തേക്ക് മാറ്റും. നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കും. സ്വല്പം നെയ്യ് ഒഴിച്ചിട്ട് ആ പാത്രം ഒന്ന്
റെഡിയാക്കി വെക്കാം. അതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി ഇത് നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ ചൂടിൽ തന്നെ ഒഴിച്ച് കുറച്ച് നേരം ആറാൻ വെക്കണം. ഒരു 2-3-4 മണിക്കൂർ നേരം നമ്മളത് വെയിറ്റ് ചെയ്യണം ഒന്ന് തണുക്കാൻ വേണ്ടി. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് സെർവ് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴേക്കും അതൊന്ന് വിട്ട് പോരും, നമ്മൾ വെച്ച പാത്രത്തിൽ നിന്ന് വിട്ടിട്ട് പോരും. ജസ്റ്റ് ഇങ്ങനെ നമ്മളിപ്പോൾ ഇതായിട്ടിരിക്കാൻ ചൂടാറിയതിൻ്റെ ശേഷം വിട്ട് പോരും. അപ്പോൾ നമ്മളത് അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അതുപോലെ അപ്പം പോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അത്രയും സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, എല്ലാവർക്കും നന്ദി.